അദ്ദേഹം അത് എഴുതി രേഖപ്പെടുത്തി അച്ചടിച്ച് അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. കൃത്യമായ ആ കേസ് ഇന്നും പഠിക്കാൻ നമുക്ക് കിട്ടും. അതിനെപ്പറ്റി അവസാനം മൗലവിമാർക്ക് പരാജയമായി മയ്യത്ത് മറവെയ്യേണ്ടി വന്നു. മൗലവിമാർ എപ്പോഴും പറയുന്നത് വലിയൊരു മയ്യത്തായിട്ട് ഇങ്ങനെ വരാം, ഒച്ചമാളൊന്നുമില്ല, കൂട്ടുംബീപ്പൊന്നുമില്ല. അപ്പൊ എന്താ സംഘടനമാർ നിങ്ങളെ കൊണ്ടുവരുന്നത്? അത് മയ്യത്താണ്. എന്താ ഇപ്പൊ കട്ടോണ്ടരാന്നാ ഞാൻ വയസ്സിന്റെ കമാൻഡ് കട്ടോണ്ടരാണോ എന്തേ ഉണ്ടാകൊണ്ടിരുന്നത്? അപ്പൊ ആ രൂപത്തിൽ പരിഹസിക്കാം. പഴയ കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ സലഫികൾ വഹാബികള് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തി ഇസ്ലാമിന്റെ പ്രമാണം എന്ത് പഠിപ്പിക്കുന്നു, മുൻഗാമി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് പഠിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത്തരം പ്രചാരണങ്ങൾ മുജാഹിദിനെ എങ്ങനെ നമുക്ക് ഇവിടുന്ന് ആളുകളെ മനസ്സിന്ന് ഒരു മതിപ്പില്ലാതാക്കി മാറ്റാം എന്ന ഒരു ചിന്ത കൊണ്ട് ഇപ്പോഴും ഇത്തരം പ്രചാരണങ്ങൾ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. പത്തപ്പരിയ മുസ്ലിയാർ പറയും, ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുല്ല. ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്തിങ്ങനെ ചാക്കോണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്. ഇയാളെ മയ്യത്തിന്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിന്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തൊക്കെ നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ? ഇനി നോക്കിക്കോ, പശു ചത്താണ്ടാണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശു ആണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോറ്റുന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിന്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി, പടച്ചോന്റെ വിധി അല്ലേ? ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ചു നോക്ക്. ഇനി മയ്യത്ത് എടുക്കുമ്പോ എന്താ ഉണ്ടാവുക? ഈ പശു ആണെങ്കിൽ പതിയെ ചാക്ക് എന്നാ എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു. സുന്നികളാണെങ്കിലോ എടുക്കല്ലേ, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന, ഇന്ന് പോകുന്നത് നീയാണ്, നാളെ വരേണ്ടവൻ ഞാനാണ്, ഞാനും മരിക്കേണ്ടവനാണ്. ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ്, ഇന്ന് മയ്യത്ത് കട്ടിലകപ്പെട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരന്തരീക്ഷത്തിലെ പോക്ക്. പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ അല്ലേ? മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ? അവിടെ പിന്നെയും ദിക്റ് ചൊല്ലും, കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയും. ഇതൊന്നും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരു പ്രാർത്ഥന കിട്ടാൻ, മരിച്ച് കബറമ്പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ. സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്കിൽ മറമാടിയിട്ട് പോരാൻ തോരണില്ല. പിന്നെയും തസ്ബീഹ് ചൊല്ലി, പിന്നെയും മണ്ണ് വാരിയിട്ട്, പിന്നെയും നിശാങ്കല്ല് കുത്തി, പിന്നെയും വെള്ളം ഒഴിച്ചു, പിന്നെയും ചെടി കുത്തി വെച്ചു, വീണ്ടും
അവിടെ തന്നെ ഇരിക്കുന്നു. യാ അബ്ദല്ലാ ഇവനമത്തില്ല തുടങ്ങിയതാ ജാക്കൽ മലക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീൻ ഓതിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ടും പോരാ തോന്നുന്നില്ല. എഴുന്നേറ്റുൽ ഫാത്തിഹ, വീണ്ടും പ്രാർത്ഥന തന്നെ. അപ്പൊ കണ്ടോ, ഇതാപ വ്യത്യാസം. അപ്പൊ എന്തൊരു സങ്കടാണ് മകളെ തലക്കീനില്ല, അവിടെ അൽഫാത്തിഹല്ല, എന്തൊരു സങ്കടാണ് അമ്മമാരെ. കാരണം എന്താ, മയ്യത്തുണ്ടാവുമ്പോ എന്താ ചിന്ത പറഞ്ഞത്? ഇന്ന് ഇജ്ജ് മരിച്ച് നാളെ പാരാ മരിക്കാന്ന് മോലയമാർ ചിന്തയത്. മയ്യത്തിന് പിന്നാലെ പോകുമ്പോ മോലയമാർ ആലോചിക്കാം, ഇന്നിപ്പം ബന്ധു കിട്ടി, നാളെ പാരുതാന്ന്. കച്ചേരിപ്പടി പള്ളിയിൽ മുസ്ലിയാര് വയത് പറഞ്ഞു. ഞാനിവിടെ അവസ്ഥ മുദരിസായി ചാർജ് എടുക്കുമ്പോ എന്നോട് പറഞ്ഞെന്താ, റാത്തീബ് ഉണ്ടാവും, കുത്തുബിയത്ത് ഉണ്ടാവും, ബദ്ദാദ് ഉണ്ടാവും, മൗലിദ് ഉണ്ടാവുന്ന. ഇവിടെ മരിച്ചിട്ട് 4 മാസമായി. ഇവിടെ വരുത്തും മരിച്ചിട്ട് 4 മാസമായി, പിന്നെ എങ്ങനെയാ ഇവിടെ നിൽക്കുക? അതാണ് മൂപ്പര് പറഞ്ഞത്, എന്തൊരു സങ്കടാണ്. തലക്കീനില്ല, അൽഫാത്തിഹല്ല, ആ വകയൊരു ഏർപ്പാടും ഇല്ലാതെ ഈ തേക്കുന്ന കെട്ടുകൊണ്ടോണ പോലെ കൊണ്ടുപോകല്ലേന്ന മൗലയമാര് പറയണില്ല, ഓലെ വിളിക്കണില്ല, ഓലിക്കൊന്നും കൊടുക്കണില്ല, യാതൊരു ഒച്ചപ്പാടുമില്ല. ആ വിഷമാ പറയണത്. എന്തുകൊണ്ട് മുജാഹിദീകൾ ഇങ്ങനെ ചെയ്യുന്നു? അതാണ് അന്വേഷിക്കേണ്ടത്. എന്താ മുജാഹിദീകൾ കൊണ്ട് കൊണ്ടുപോകുമ്പോ ഒരു ലായിലാണ് ചെല്ലിയാല് നാവിന് വല്ല അബദ്ധം സംഭവിക്കുമെന്നത് കൊണ്ടാണോ? അല്ല. പിന്നെന്തേ, എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? മുമ്പ് ഇവിടെ പലപ്പോഴും ഗണ്ണനം നടന്നപ്പോ കൃത്യമായി വായിച്ച് വിശദീകരിച്ചു. അവസാനം അംസക്കോയ കവി ഓർമ്മ ഉണ്ടാവും, പണ്ട് പണ്ട് മുങ്ങിയില്ല, അവനെ വന്നിട്ടില്ല. അയാള് പറഞ്ഞ എന്താ, വഹാബിക്ക് ധൈര്യം ഉണ്ട് നിങ്ങളൊന്ന് ചെല്ലിക്കാട് മയ്യത്തുണ്ടോമ്പോ. അതാ നമ്മൾ അന്നും പറഞ്ഞ ധൈര്യമുണ്ട് ചെല്ലും, പക്ഷെ എന്ത് വേണം? തെളിവ് കാണിച്ചെല്ലാം. റസൂലുള്ള ഏത് സ്വഹാബത്തിന്റെ മയ്യത്തുണ്ടോമ്പോഴാ ചൊല്ലിയത്? അല്ലെങ്കിൽ എവിടെ ചെല്ലാനാ പഠിപ്പിച്ചത്? ഏത് ഹദീസിലെ അധ്യാപനം വന്നത്? കാണിച്ചെന്നാ മതി. ചൊല്ലാൻ തയ്യാറാണ്, ഒരു പ്രശ്നമില്ല. അതില്ലാത്തോണ്ടാ ചൊല്ലാത്തത്. അത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്, അത് പുത്തൻവാദമാണ്, അത് ബിദ്അത്താണ് എന്ന് ഇമാമികളെ കിതാബ് പോലും ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദീൻ എല്ലാ സ്ഥലത്തും പറയുന്നു, വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ചൊല്ലാത്തത്. അന്ന് പറഞ്ഞു മുജാഹിദീങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഒരു ബുക്ക് വായിച്ചു മാറിയില്ല, കിതാബ് ഓർക്കറിയില്ല, അതുകൊണ്ട് ഓർക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാരും പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കുക നിങ്ങള്. റഹ്മത്തുള്ളാഹി ഖാസി പറയട്ടെ, എന്താ വേണ്ടത് കൊണ്ടുപോകുമ്പോ എന്നിട്ട് ആലോചിക്കുക ആയതാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് പറയാൻ പറ്റിയത് എന്ന് ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സ്വഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണേ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട